നത്തിങ് ടു വറി ആൻറ്റി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിപ്പോ ഔട്ട് ഓഫ് സ്റ്റേഷനാ. ഞങ്ങൾ തിരിച്ചു വരുന്നതുവരെ നീ പാവനെ ശ്രദ്ധിക്കണേ. ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ശരി മോനെ. ഏ ലൂസ്, എന്ത് വിടുതാ നീ കാണിക്കുന്നത്? എന്ത് പറ്റി? ഞാൻ എന്ത് ചെയ്തു? അല്ല, കൈയൊടിഞ്ഞ് വയ്യാതിരിക്കല്ലേ, അപ്പോഴാണ് തണുപ്പത്ത് നിൽക്കുന്നത്. അയ്യോ, അതോർത്ത് നീ എന്തിനാ ആശങ്കപ്പെടുന്നേ? എന്താ പാടില്ലേ? എന്തിനു ചെയ്യണം? അത് ഞാൻ നിന്നെ ഞാൻ ഞാൻ നിന്നെ ഞാൻ നിന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇത് ഞാൻ വിശ്വസിക്കണം? അതെന്റെ കണ്ണി നോക്കി പറ. ശരി, കണ്ണോട് കണ്ണിൽ നോക്കി തന്നെ പറയാം. ശരിക്കും നോക്കിക്കോ. ഈ കണ്ണിലെ തീ മാത്രമല്ല, പിങ്കിയുണ്ട്. അങ്കിത കരയുന്ന പോലെ ഉണ്ടല്ലോ. ഏയ് മോളെ, എന്തിനാ കരയുന്നേ? എന്ത് പറ്റി മോളെ, എന്തിനാ കരയുന്നേ? മഴ പെയ്യുമ്പോഴത്തേക്കും ദുഷ്ടന്മാര് ഗണ്ണും കൊണ്ട് വരും. ഗണ്ണും കൊണ്ടോ? ആരാ? അന്ന് രാത്രി നല്ല മഴയായിരുന്നു. അപ്പോ അച്ഛനാണെങ്കിൽ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഞങ്ങള് കണ്ണുപൊത്തി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനും രാജപ്പ മാമനും ഒരു ഭാഗത്ത് പോയി ഒളിച്ചിരുന്നു. അപ്പോൾ 2 പേര് വന്നു. അച്ഛനെയും അമ്മയും ചേച്ചിയും അവർ ഷൂട്ട് ചെയ്തു. അവരെ കാണാൻ എങ്ങനെയായിരുന്നു? ഞാൻ ഒളിച്ചിരുന്ന കാരണം ഒരാളെ മാത്രമേ കാണാൻ പറ്റിയുള്ളൂ. ഷൂട്ട് ചെയ്ത ആളെ കാണാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് എന്നെ അവര് ഷൂട്ട് ചെയ്യുന്ന വിചാരിച്ച് രാജപ്പൻ ഞങ്ങൾ എന്നെയും കൊണ്ട് അവിടെ നിന്ന് ഓടി. അങ്കിൾ ആ രാക്ഷസനെ പിടിച്ച് പണിഷ് ചെയ്യില്ലേ? പ്രോമിസ്? പ്രോമിസ്. ഒരു ചെറിയ എവിഡൻസ് പോലും കിട്ടിയിട്ടില്ല. CCTV DVRും മിസ്സിംഗ് ആണ്. ലാപ്ടോപ്പ് പോലും കിട്ടിയിട്ടില്ല സർ. അവർ പേഴ്സണലായ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയിരുന്നു. സോ അത് ടെലികാസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു സർ. അത് ആരെ പറ്റിയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ ഡീറ്റെയിൽസിനെ പറ്റി ഒന്നും ഷെയർ ചെയ്തിട്ടില്ല സർ. സാർ, ഈയിടെ അയാൾ ഇല്ലീഗൽ മൈനിങ്, ഡ്രഗ് മാഫിയ എന്നതിനെ പറ്റിയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവരിൽ ആരെങ്കിലും ആയിരിക്കും ഈ കൊലക്ക് പിന്നിൽ. സാർ, നമ്മുടെ ഏരിയയിൽ 2 സിഗ്നലുകളുണ്ട്. ഒന്നിൽ ക്യാമറയില്ല, രണ്ടാമത്തേൽ ക്യാമറ ഉണ്ട്. പക്ഷെ അത് 3 മാസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല സാർ. താങ്ക് യു സാർ. സാർ, ഇത്രയും പേരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും നമുക്കൊരു ക്ലൂ കിട്ടിയില്ല. ഇനി ദൈവം തമ്പുരാൻ വന്നൊരു ക്ലൂ തരണം. ആ ദൈവം തന്നെ ക്ലൂ തരും. ഹായ് വിക്രം, എനി പ്രോഗ്രസ്? ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഓ, വാട്ട് ക്ലൂ വിക്രം? സർ, സർ, അങ്കിത എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അങ്കിതയുടെ വൈറ്റൽ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല സർ. പക്ഷേ എന്തോ ക്ലൂ കിട്ടിയെന്ന് പറഞ്ഞത് ഈ CD ആണ് സർ. മർഡർ വിക്ടിം മരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഉത്സവത്തിന്റെ എഴുന്നള്ളിപ്പ് നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഫുട്ടേജ് ആണിത്. താങ്ക് യു സർ. ശരി സർ. വലിയ ഉപകാരം. ഇതിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിക്കാതിരിക്കില്ല. ഓ ഗുഡ്. ഗുഡ് ഗുഡ്. അതുകൊണ്ടല്ലേ നിന്നെ രണ്ടാമത്തെ കോഹിനൂർ വജ്രം എന്ന് വിളിക്കുന്നത്. സ്റ്റോപ്പ്. ആ കാറിൽ ആരാണ് നോക്കിയത്? ഷിറ്റ്. ഈ സ്റ്റേഷനിൽ എന്താ UPS ഇല്ലേ? നിങ്ങൾ ഇവിടെ എന്ത് മെയിൻ്റനൻസ് നടത്തുന്നത്? സർ, പ്ലഗ് കണക്ഷൻ അല്പം ലൂസായതാ സർ.
സ്റ്റോപ്പ്. പുതിയ വണ്ടിയാ, രജിസ്റ്റർ ചെയ്തിട്ടില്ല. നോ വറീസ് വിക്രം, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അപ്ഡേറ്റ്സ് എടുത്തോളാം. അതിൽ നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? ബൈ ഓൾ മീൻസ് സർ, നോ പ്രോബ്ലം. സീ യു ലേറ്റർ ഗൈസ്. സോറി അങ്കിൾ. ഇറ്റ്സ് ഓക്കെ. നിന്റെ ആയുസിന് നല്ല ബലമുണ്ട്. മോക്കൊരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടു. സർ നമുക്ക് ബിസ്ക്കറ്റ് ഇല്ലേ? അത് ഞാൻ നിന്റെ സാറിനും മേഡത്തിനും പ്രത്യേകം കൊടുക്കുന്നുണ്ടല്ലോ. എന്താ സർ? എല്ലാവർക്കും ഒരുമിച്ച് മേടിച്ചു കൊടുക്കും. ഓ ആ ബിസ്ക്കറ്റ് വാങ്ങിക്കാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമസ്തേ സർ. നിങ്ങൾ ചോദിച്ച കസ്റ്റമർ ഡീറ്റെയിൽസ് എല്ലാം ഈ ഫയലിലുണ്ട്. താങ്ക് യു. ഓക്കെ. യെസ് സർ. ആ പവൻ, ആദിത്യയുടെ മർഡർ നടന്ന ദിവസത്തെ കാർ ഡെലിവറി ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ലിസ്റ്റിലുള്ള ആരെങ്കിലും അന്ന് ആ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു? ഒന്ന് ചെക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ സർ, ഐ കോൾ യു സർ. ഓക്കെ. ഇത് പവന്റെ കൊടുത്തിട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. സർ. എത്ര മാസമായിട്ടാ നിങ്ങൾ രാജപ്പനെ തപ്പാൻ തുടങ്ങിയിട്ട്? തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർ. വർഷങ്ങളായിട്ട് തിരഞ്ഞു നടക്കാൻ അവൻ വീരപ്പനൊന്നും അല്ലല്ലോ, രാജപ്പനല്ലേ. എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയണ്ട. ആ വിക്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആ രാജപ്പനെ കണ്ടുപിടിച്ച് അവന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം. ഓക്കോ? സർ എല്ലാ കസ്റ്റമേഴ്സിനെയും കണ്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട് സർ. ഇതിലൊരു കാറ് നമ്മുടെ പ്രതാപ് സാറിൻ്റെയാണ്. അതിനകത്ത് ഒരു കസ്റ്റമറിൻ്റെയും നെറ്റ്വർക്ക് ആദിത്യയുടെ വീടിൻ്റെ ഏരിയയിൽ ഡിറ്റക്ട് ചെയ്തിട്ടില്ല സർ. ടവർ ഡീറ്റെയിൽസ് ഇതിലുണ്ട് സർ. പവൻ തന്നാണ്. ഇവരാരും അവിടെ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ആ കാറിൽ പാസ് ചെയ്ത് ആരായിരിക്കും? ഏതോ ക്രിമിനൽ മൈൻഡുള്ള ആളായിരിക്കും ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത്. എവിടെ? എവിടെ? നിങ്ങൾ നിങ്ങളുടെ ടീമായിട്ട് എത്തിക്കോ, ഞാൻ വന്നോളാം. ഒരു തെളിവും പുറത്തു വരാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ആരാ നിന്നെ കുത്തിയത്? ആരാന്ന് പറ. വിക്രം, ഇയാൾക്ക് കുത്തേറ്റിട്ടുണ്ട്. എവിടെ? അവിടെയോ? വിക്രം, പോയി ചെക്ക് ചെയ്യ്. വിക്രം, ഇനി എന്ത് ചെയ്യുന്നേ? മോളെ, ഇവൻ തന്നെയാണോ നോക്കുക?